എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ മറ്റൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. ഞാൻ അനന്തു. നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കോൺകോഡിൻ്റെ കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞു നിർത്തിയിരുന്നത്. അന്ന് കുറച്ച് ബേസിക് ആയിട്ടുള്ള റൂളുകളും അതിൻ്റെ അഡീഷണൽ ആയിട്ടുള്ള കുറച്ച് റൂളുകൾ നമ്മൾ പറഞ്ഞിരുന്നു. അതിൻ്റെ ബാക്കി റൂളുകളിലേക്ക് പോകാം. കഴിഞ്ഞ ക്ലാസ് എല്ലാവർക്കും വളരെ ഇൻഫോർമേറ്റീവ് ആയിരുന്നു എന്ന് കരുതുന്നു. ആ കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് നോട്ട് ചെയ്ത് ആ എക്സാമ്പിളുകളെല്ലാം കണ്ടിന്യൂസ് നോക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ കോൺകോഡ് വളരെ എളുപ്പമായിരിക്കും. സ്ഥിരമായിട്ട് PSC ഒരു ക്വസ്റ്റ്യൻ എന്തായാലും കോൺകോഡിൽ നിന്ന് സബ്ജക്റ്റ് വെർബ് എഗ്രിമെൻറ്റിൽ നിന്ന് ഉണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് അതിൻ്റെ കണ്ടിന്യൂഷനിലേക്ക് പോകാം. കോൺകോഡിൻ്റെ ബാക്കിയുള്ള റൂളുകളിലേക്ക് പോകാം. അടുത്ത റൂള് നിങ്ങൾ എഴുതി വെച്ചിരിക്കുകയാണെങ്കിൽ, ആ നോട്ട് എഴുതിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ കണ്ടിന്യൂഷനായിട്ട് വന്നിരിക്കുന്ന ഭാഗമാണ്. അതിൻ്റെ ബാക്കിയായിട്ട് ഇത് എഴുതി പോവുക. നോക്കിക്കോളാം. അടുത്ത റൂള് എ ഗ്രേറ്റ് നമ്പർ ഓഫ് എ ഗ്രൂപ്പ് ഓഫ് എ സ്മോൾ നമ്പർ ഓഫ് എന്നിവയ്ക്ക് ശേഷം ഫോളോഡ് ബൈ എ പ്ലൂറൽ നൗൺ. ഒരു പ്ലൂറൽ നൗൺ ആയിരിക്കും വരുന്നത്. അപ്പോൾ പ്ലൂറൽ വെർബ് യൂസ് ചെയ്യുക. ഏതിനൊക്കെ ശേഷമാണ്? എ നമ്പർ ഓഫ് എ ഗ്രേറ്റ് നമ്പർ ഓഫ് എ ഗ്രൂപ്പ് ഓഫ്. ഏതൊക്കെയാണ്? എ നമ്പർ ഓഫ് എ ഗ്രേറ്റ് നമ്പർ ഓഫ് എ ഗ്രൂപ്പ് ഓഫ് എ സ്മോൾ നമ്പർ ഓഫ് എന്നിവയ്ക്ക് ശേഷം തീർച്ചയായിട്ടും ഒരു പ്ലൂറൽ നൗൺ ആയിരിക്കും വരുന്നത്. അതുകൊണ്ട് പ്ലൂറൽ വെർബ് യൂസ് ചെയ്യുക. പ്ലൂറൽ നൗൺ ആയതുകൊണ്ട് പ്ലൂറൽ വെർബ് യൂസ് ചെയ്യുക. എക്സാമ്പിൾ നോക്കിയേ. എ നമ്പർ ഓഫ് ബുക്സ്. നമ്പർ ഓഫ് ബുക്സ് എന്ന് പറയുന്ന പ്ലൂറൽ നൗണാണ്. അതുകൊണ്ട് എന്തുപയോഗിച്ചു? ആർ ഉപയോഗിച്ചു. എ ഗ്രേറ്റ് നമ്പർ ഓഫ് പീപ്പിൾ ആളുകൾ. ഹാവ്. എ ഗ്രൂപ്പ് ഓഫ് മെന്ന്. മാൻ അല്ല, മെന്നാണ് പറഞ്ഞത്. മാൻ ആകുമ്പോൾ സിംഗുലറാണ്. മെന്ന് വെയർ. കണ്ടല്ലോ. അപ്പോൾ ഇത് നോട്ട് ചെയ്തിരിക്കുക. അടുത്ത റൂളിലേക്ക് പോവുകയാണ്. ദ നമ്പർ ഓഫ്. ഏതാണ്? ദ നമ്പർ ഓഫ് ഈസ് ഫോളോഡ് ബൈ പ്ലൂറൽ നൗൺ ആൻഡ് സിംഗുലർ വെർബ്. ദ നമ്പർ ഓഫിന് ശേഷം വരുന്നത് പ്ലൂറൽ നൗൺ ആണെങ്കിലും ദ നമ്പർ ഓഫ് ആയതുകൊണ്ട് എന്തുപയോഗിച്ചാൽ മതി? ഈസ് എന്ന് പറയുന്ന സിംഗുലർ. ദ നമ്പർ ഓഫ് ടീച്ചേഴ്സ് ഈസ്. ദ നമ്പർ ഓഫ് സോൾജിയേഴ്സ്. കിൽഡ്. അവിടെ കിൽഡ് എന്ന് നോക്കിയാൽ കിൽഡ് പാസ്റ്റ് വന്നിട്ട് കിൽഡ് ഇൻ ദ വാർ വാസ്. കണ്ടോ? വാസ് വന്നിരിക്കുന്നത്. എന്തുകൊണ്ടാണ്? ദ നമ്പർ ഓഫിന് ശേഷം വന്നിരിക്കുന്നത് സിംഗുലർ നൗൺ ആണെങ്കിലും പ്ലൂറൽ നൗൺ ആണെങ്കിലും ദ നമ്പർ ഓഫിന് ശേഷം വരുന്നത് പ്ലൂറൽ നൗൺ ആണെങ്കിലും സിംഗുലർ ആയിട്ടുള്ള വെർബ് യൂസ് ചെയ്താൽ മതി. സിംഗുലർ ആയിട്ടുള്ള വെർബ് യൂസ് ചെയ്യുക ദ നമ്പർ ഓഫിന് ശേഷം. നോക്കണേ. വെൻ എ പ്ലൂറൽ നമ്പർ അപ്ലൈസ് ടു ഹൈറ്റ്സ്, വെയ്റ്റ്സ്, ഡിസ്റ്റൻസ് ഓർ എമൗണ്ട് ഓഫ് മണി. ഏതൊക്കെയാ? പ്ലൂറൽ നമ്പർ പറയുകയാണ്. ഹൈറ്റോ വെയ്റ്റോ ഡിസ്റ്റൻസോ എമൗണ്ട് ഓഫ് മണിയോ ഒക്കെ ആണെങ്കിൽ ഇറ്റ് ഈസ് ട്രീറ്റഡ് എ സിംഗുലർ ആൻഡ് ടേക്ക് സിംഗുലർ വെർബ്. അതിനെ സിംഗുലറായിട്ട് ട്രീറ്റ് ചെയ്താൽ മതി. കണ്ടാൽ മതി. സിംഗുലറാ. ഹൈറ്റോ വെയ്റ്റോ ഡിസ്റ്റൻസോ എമൗണ്ട് ഓഫ് മണിയോ പറയുകയാണെങ്കിൽ അതിനെ സിംഗുലറായിട്ട് കാണുക. നോക്കിയേ. 6 feet 6 അടി. 6 അടി എന്ന് പറയുന്നത് 6 എന്ന് പറയുമ്പോൾ നമ്മുടെ മനസ്സിൽ എന്താണ്? അത് പ്ലൂറലായിട്ടുള്ളൊരു സംഭവമായിട്ടാണ് കിടക്കുന്നത്. 6 അടി 6 feet ഈസ് ഹൈറ്റിൻ്റെ കൂടെ സിംഗുലർ വെർബ്. 50 kilogram 25 kilometers. 25 കിലോമീറ്ററുകൾ എന്നൊക്കെ പറയുന്നു. പക്ഷേ ആ നമ്പർ പറഞ്ഞിരിക്കുന്നത് കൊണ്ട് ഹൈറ്റോ വെയ്റ്റോ ഡിസ്റ്റൻസോ എമൗണ്ട് ഓഫ് മണിയോ ഒക്കെ ആണെങ്കിൽ അതിനെ സിംഗുലറായിട്ട് കണ്ടാൽ മതി. വെർബും സിംഗുലർ ആയിരിക്കണം. കണ്ടല്ലോ. ഈ എക്സാമ്പിളൊക്കെ കൃത്യമായിട്ട് നോട്ട് ചെയ്ത് ഈ റൂളുകൾ കൃത്യമായിട്ട് ഫോളോ ചെയ്തേക്കണേ. ഇനി ശ്രദ്ധിച്ചോണേ. വളരെ പ്രധാനമായിട്ട് PSCയിൽ ഇടയ്ക്കിടയ്ക്ക് കണ്ടിട്ടുള്ള ഒരു സംഗതിയാണ് പോലീസ് ആൻഡ് ക്യാറ്റിൽ. പോലീസ്, ക്യാറ്റിൽ എന്നിവയൊക്കെ വന്നു കഴിഞ്ഞാൽ അതിനെ പ്ലൂറലായിട്ട് കാണുക. പോലീസ്, ക്യാറ്റിൽ എന്നിവ വന്നു കഴിഞ്ഞാൽ അതിനെ പ്ലൂറലായിട്ട് കൺസിഡർ ചെയ്യുക. അപ്പോൾ സ്വാഭാവികമായിട്ടും നൗൺ പ്ലൂറലാകുമ്പോൾ വെർബും പ്ലൂറലായിരിക്കണം. നൗൺ പ്ലൂറലാകുമ്പോൾ വെർബ് പ്ലൂറലായിരിക്കണം. നൗൺ സിംഗുലർ ആണെങ്കിൽ വെർബ് സിംഗുലർ. നൗൺ സിംഗുലർ ആണെങ്കിൽ വെർബ് സിംഗുലർ. അടുത്ത റൂളിലേക്ക് പോകുക. ശ്രദ്ധിക്കുക. ക്വസ്റ്റ്യൻ വരുന്ന ഒരു ഏരിയയാണ്. ക്വസ്റ്റ്യൻ സ്ഥിരമായിട്ട് വരുന്ന ഒരു ഏരിയയാണ്. നെയ്തർ നോർ എയ്തർ ഓറിൻ്റെയൊക്കെ കാര്യം പറഞ്ഞതുപോലെ എ ലോട്ട് ഓഫ്, എ ഗ്രേറ്റ് ഡീൽ ഓഫ്, പ്ലെൻറ്റി ഓഫ്, മോസ്റ്റ് ഓഫ് ആൻഡ് സം ഓഫ് ആർ സിംഗുലർ വെൻ ഫോളോഡ് ബൈ അൺകൗണ്ടബിൾ നൗൺസ്. ഏതാണ്? അൺകൗണ്ടബിൾ നൗൺസ് ആൻഡ് പ്ലൂറൽ വെൻ ഫോളോഡ് ബൈ കൗണ്ടബിൾ നൗൺസ്. എ ലോട്ട് ഓഫ് വാട്ടർ. എ ലോട്ട് ഓഫ് വാട്ടർ എന്ന് പറയുന്ന ഒരു അൺകൗണ്ടബിൾ നൗൺ അല്ലേ? ഇത് പറയുമ്പോൾ നമുക്ക് എന്തായിട്ട് തോന്നും? ഇത് പ്ലൂറലായിട്ട് തോന്നും. പ്ലെൻറ്റി ഓഫ് മിൽക്ക്, ധാരാളം പാല്.
ധാരാളം പാലുകളെന്ന് പറയത്തില്ലല്ലോ, വെള്ളങ്ങളെന്ന് പറയത്തില്ലല്ലോ. നമ്മൾ വെള്ളങ്ങളെന്ന് പറയുന്നത് എങ്ങനെ പറയുന്നത്? ഞാനിന്ന് 5-6 തുള്ളി വെള്ളങ്ങൾ കുടിച്ചു എന്നാണോ പറയുന്നത്? ഒരിക്കലുമല്ല. നമ്മൾ വെള്ളത്തിൻ്റെ എമൗണ്ട് ഗ്ലാസ് ഓഫ് വാട്ടർ എന്ന് പറയാറുണ്ട്, അല്ലെങ്കിൽ 1 ലിറ്റർ ഓഫ് വാട്ടർ, 2 ലിറ്റേഴ്സ് ഓഫ് വാട്ടർ എന്നൊക്കെ പറയാറുണ്ട്. ഒരിക്കലും വെള്ളങ്ങൾ കുടിച്ചു, പാലുകൾ കുടിച്ചു. ഇപ്പോൾ പഞ്ചസാര വാങ്ങിക്കാൻ പോകും കടയിൽ, പഞ്ചസാര വാങ്ങിക്കാൻ പോകുമ്പോൾ നമ്മൾ 1266 തരി പഞ്ചസാരകൾ തരൂ എന്നൊരിക്കലും പറയാൻ പറ്റത്തില്ല. അവിടെ 2 കിലോ പഞ്ചസാര, 1 കിലോ പഞ്ചസാര, 1/2 കിലോ പഞ്ചസാര, ഇങ്ങനെയൊക്കെയല്ലേ പറയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അവിടെ നമുക്ക് ഇതിൻ്റെ അളവ് പറയാൻ പറ്റും, എണ്ണം പറയാൻ പറ്റുമോ? പറ്റത്തില്ല. അപ്പോൾ ഈ അൺകൗണ്ടബിൾ ആയിട്ടുള്ള നൗൺസ് ആണ്. അതിൻ്റെ കൂടെ ലോട്ട് ഓഫ്, എ ഗ്രേറ്റ് ഡീൽ ഓഫ്, പ്ലെൻറ്റി ഓഫ്, മോസ്റ്റ് ഓഫ് ഒക്കെ വരികയാണെങ്കിൽ അതിനെ എന്തായിട്ട് പരിഗണിക്കുക? സിംഗുലറായിട്ട് പരിഗണിച്ചാൽ മതി. എ ഗ്രേറ്റ് ഡീൽ ഓഫ് ഡിസ്കഷൻ വരുമ്പോഴോ, എ ഗ്രേറ്റ് ഡീൽ ഓഫ് ചർച്ചകൾ, അവിടെ പറഞ്ഞിട്ടുണ്ട് പ്ലൂറൽ. അൺകൗണ്ടബിൾ ആണെങ്കിൽ സിംഗുലർ, പ്ലൂറൽ ആണെങ്കിൽ അവിടെ എന്തുവാ? കൗണ്ടബിൾ ആയിട്ടുള്ള സംഗതിയാണെങ്കിൽ പ്ലൂറലായിട്ട് പരിഗണിക്കാൻ പറഞ്ഞു. കൗണ്ടബിൾ ആയിട്ടുള്ള സംഗതിയാണെങ്കിൽ എന്തായിട്ട് പരിഗണിക്കുക? പ്ലൂറലായിട്ട് പരിഗണിക്കാൻ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് താഴത്തെ എക്സാമ്പിൾസ് എന്തായിട്ട് വന്നത്? സം ഓഫ് ദോസ് ഹൂ അറ്റൻഡഡ് ദ ഫംഗ്ഷൻ വെയർ വന്നത് കണ്ടോ? അത് പ്ലൂറലായിട്ട് വന്നിരിക്കുകയാണ്. അൺകൗണ്ടബിൾ ആണെങ്കിൽ സിംഗുലർ, കൗണ്ടബിൾ ആണെങ്കിൽ പ്ലൂറൽ. അൺകൗണ്ടബിൾ വെള്ളമൊക്കെ അൺകൗണ്ടബിൾ ആയതുകൊണ്ടാണ് സിംഗുലറായിട്ട് പരിഗണിച്ചത്. കൗണ്ടബിൾ വരും, ആൾക്കാരുടെയൊക്കെ എണ്ണം പറയുമ്പോൾ നമുക്ക് കൗണ്ട് ചെയ്യാൻ പറ്റത്തില്ലയോ, അതുകൊണ്ടത് പ്ലൂറലായിട്ട് പരിഗണിക്കുക. ഓക്കെ, ഇതാ മറ്റൊരു ഏരിയ. ഈ 1 ഓഫ് വരുന്ന സാധനം എക്സാംസിന്, PSC എക്സാംസിന് ഇടയ്ക്കിടയ്ക്ക് കാണാൻ പറ്റുന്നൊരു ഐറ്റമാണ്, പ്രത്യേകം നോട്ട് ചെയ്യണം. 1 ഓഫ് പ്ലസ് പ്ലൂറൽ നൗൺ. 1 ഓഫ് കഴിഞ്ഞ് പ്ലൂറൽ നൗൺ വരികയാണെങ്കിൽ സിംഗുലർ വെർബ്. ഇതാ 1 ഓഫ് ദ ചിൽഡ്രൻ. ചിൽഡ്രൻ എന്ന് പറയുന്നതിന് ഒരു കാരണവശാലും നിങ്ങൾ സിംഗുലറായിട്ട് കാണരുത്. അത് ചൈൽഡ് എന്ന് പറയുന്നതിൻ്റെ പ്ലൂറലാണ് ചിൽഡ്രൻ. അപ്പോൾ 1 ഓഫ് കഴിഞ്ഞ് പ്ലൂറലായിട്ടുള്ള നൗൺ വന്നു കഴിഞ്ഞാൽ അവിടെ ഉപയോഗിക്കുന്ന വെർബ് സിംഗുലർ ആയിരിക്കണം. ഇതാ കണ്ടോ, 1 ഓഫ് ദ മെൻ ഹാസ്. 1 ഓഫിന് ശേഷം പ്ലൂറൽ നൗൺ വന്നു കഴിഞ്ഞാൽ വെർബ് സിംഗുലർ ആയിരിക്കണം. അവിടെ 1 ഓഫിനാണ് പ്രാധാന്യം, പ്ലൂറൽ നൗണിനല്ല. 1 ഓഫിനാണ് പ്രാധാന്യം, പ്ലൂറൽ നൗണിനല്ല. ഇനി നോക്കിയാണേ, 1 ഓഫ് വെച്ചുള്ള മറ്റൊരു സംഗതിയാണ് 1 ഓഫ് വരുന്ന സെൻറ്റൻസിൽ, പ്രത്യേകം നോട്ട് ചെയ്തോ, 1 ഓഫ് വരുന്ന സെൻറ്റൻസിൽ ഒരു റിലേറ്റീവ് പ്രോനൗൺ, ദാറ്റോ, ഹൂവോ പോലെയുള്ള റിലേറ്റീവ് പ്രോനൗണൊക്കെ വന്നാൽ അതിന് തൊട്ട് മുൻപ് വരുന്ന നൗണിനനുസരിച്ച് വേണം വെർബ് കൊടുക്കാൻ. ദാ ഹീസ് 1 ഓഫ് ദ ബെസ്റ്റ് ആക്ടേഴ്സ്. അവിടെ 1 ഓഫിനല്ല പ്രാധാന്യം. 1 ഓഫിന് ശേഷം വരുന്ന ഏതെങ്കിലും പ്ലൂറൽ നൗൺ കാണും, ആ പ്ലൂറൽ നൗണിനനുസരിച്ചാണ് വെർബ് എഴുതേണ്ടത്. 1 ഓഫിന് ശേഷം റിലേറ്റീവ് പ്രോനൗൺ, പ്രത്യേകം നോട്ട് ചെയ്യണം. 1 ഓഫ് കഴിഞ്ഞ് പ്ലൂറൽ നൗൺ വന്നു കഴിഞ്ഞാൽ സിംഗുലർ വെർബ്. 1 ഓഫ് കഴിഞ്ഞിട്ട് റിലേറ്റീവ് പ്രോനൗൺ വരികയാണെങ്കിൽ, റിലേറ്റീവ് പ്രോനൗൺ വന്നാൽ ആ റിലേറ്റീവ് പ്രോനൗണിന് തൊട്ട് മുൻപ് വരുന്ന നൗണിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കണം വെർബിനെ കൊടുക്കേണ്ടത്. ഹീ ഈസ് 1 ഓഫ് മൈ അങ്കിൾസ് ഹൂ. അപ്പോൾ ഹൂവിന് മുമ്പ് വന്നിരിക്കുന്ന അങ്കിൾസ് ആണ്, ഹീ അല്ല, അങ്കിൾസ്. അതിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അതുകൊണ്ട് ലിവായി പോയി, ഇല്ലെങ്കിൽ ലിവ്സ് പറഞ്ഞേനെ. അങ്കിൾസ് എന്ന് പറയുന്ന പ്ലൂറൽ അല്ലേ. ഓക്കെ, അടുത്തൊരു പോയിന്റ് നോക്കിക്കോണേ. ദ മെജോറിറ്റി ഓഫ്, എ മൈനോറിറ്റി ഓഫ്, ഇതിന് ശേഷം വരുന്ന പ്ലൂറൽ വെർബായിരിക്കും. ദ മെജോറിറ്റി ഓഫ്, എ മൈനോറിറ്റി ഓഫ് എന്നിവയ്ക്ക് ശേഷം പ്ലൂറൽ വെർബ് യൂസ് ചെയ്താൽ മതി. എക്സാമ്പിൾ പ്രത്യേകം നോട്ട് ചെയ്തിരിക്കണം. ദ മെജോറിറ്റി ഓഫ് ദ ബോയ്സ് ആർ. ദ മെജോറിറ്റി, എ മൈനോറിറ്റി എന്നിവയ്ക്ക് ശേഷം പ്ലൂറൽ വെർബ് യൂസ് ചെയ്യുക. അടുത്ത നോക്കിക്കോണേ, കളക്റ്റീവ് നൗണുകളാണെങ്കിൽ, കമ്മിറ്റി, ഗവൺമെൻറ് പോലെയുള്ള കളക്റ്റീവ് നൗണുകളാണെങ്കിൽ അതിനെ ഒന്നായിട്ട് കാണാൻ പറ്റുമെങ്കിൽ സിംഗുലർ. ഇനി അതിൽ മെമ്പേഴ്സിൻ്റെ കാര്യം എടുത്ത് പറയുകയാണെങ്കിൽ അത് പ്ലൂറൽ. അപ്പോൾ ഒരാളിൻ്റെ, ഒരു കമ്മിറ്റിയുടെ, ഒരു ഗവൺമെൻറ്റിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ സിംഗുലർ, അതിലെ മെമ്പേഴ്സിനെ പ്രത്യേകം എടുത്ത് പറയുകയാണെങ്കിൽ അത് പ്ലൂറലായിട്ട് പരിഗണിക്കുക. എ കമ്മിറ്റി വാസ്. അതെവിടെ നോക്കിക്കോണേ, വെൻ ദ ഷിപ്പ് അറൈവ്ഡ് ഇൻ ദ പോർട്ട് ദ ക്രൂ. ആ ഷിപ്പിനകത്തുള്ള ക്രൂവിൻ്റെ പ്രത്യേകം മെമ്പേഴ്സിൻ്റെ കാര്യം എടുത്ത് പറഞ്ഞേക്കുന്നതുകൊണ്ട് വേറെ വന്നു. ദ ഗവൺമെൻറ് വെൽക്കംസ് ദ ന്യൂ പ്രോജക്റ്റ്. അപ്പോൾ ഗവൺമെൻറ് എന്ന് പറയുന്നത് സിംഗുലറായിട്ട് കാണുക. ദ ഗവൺമെൻറ് ആർ ഡിസ്കസിങ് ദ മാറ്റേഴ്സ്. അപ്പോൾ ഗവൺമെൻറ്റുകൾ ആ കാര്യം ചർച്ച ചെയ്യുന്നു. അപ്പോൾ കളക്റ്റീവ് നൗണുകളെ ഒന്നായി എടുക്കുകയാണെങ്കിൽ സിംഗുലറും, ഇനി ആ മെമ്പേഴ്സിൻ്റെ കാര്യം പ്രത്യേകം എടുത്ത് പറയുകയാണെങ്കിൽ, ഗവൺമെൻറ്റിനുള്ളിലുള്ള മെമ്പേഴ്സിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അതിനെ പ്ലൂറലായിട്ടും പരിഗണിക്കാനാണ് പറഞ്ഞേക്കുന്നത്. ഓക്കെ, അടുത്ത റൂൾ നോക്കിക്കോണേ. ബുക്സ്, ഹോട്ടൽസ്, നേഷൻസ്, ഓർഗനൈസേഷൻ, ഇതിൻ്റെയൊക്കെ പേരുകൾ പറയുമ്പോൾ നമുക്കത് പ്ലൂറലായിട്ട് തോന്നും. ദ ഗളിവേഴ്സ് ട്രാവൽസ്,
ദ 3 റോസസ് എന്നൊക്കെ പറയുമ്പോൾ ഈ ബുക്സിൻ്റെ, ഹോട്ടലിൻ്റെ, നേഷൻ്റെ, ഓർഗനൈസേഷൻ്റെ ഒക്കെ പേരുകൾ കാണുമ്പോൾ നമുക്കത് എന്തായിട്ട് തോന്നും? അയ്യോ അത് പ്ലൂറൽ അല്ലേ, എസ്സിലൊക്കെ അവസാനിച്ചിരിക്കുന്നു, പ്ലൂറൽ അല്ലേ എന്ന് തോന്നും. പക്ഷേ എന്ത് ചെയ്യരുത്, അതിനെ സിംഗുലറായിട്ട് കണ്ടാൽ മതി. അപ്പോൾ ബുക്സ്, ഹോട്ടൽസ്, നേഷൻസ്, ഓർഗനൈസേഷൻസിൻ്റെ ഒക്കെ പേരിനെ സിംഗുലറായിട്ട് കണ്ടാൽ മതി. അടുത്ത റൂള് നോക്കിക്കോണേ. പഠന വിഷയങ്ങൾ, രോഗങ്ങൾ, ആനുകാലിക പ്രസിദ്ധീകരണങ്ങൾ, പ്ലേ, കളികൾ എന്നിവയാണെങ്കിൽ ഫുട്ബോൾ, ക്രിക്കറ്റിനെയൊക്കെ പേരുകൾ ബഹുവചന രൂപത്തിലാണ്, പ്ലൂറൽ ഫോമിലാണ് ഇതിൻ്റെ പേര് കിടക്കുന്നത്. വന്നാലും ക്രിയ സിംഗുലറായി തന്നെ ഇരിക്കണം. വെർബ് എന്തായിരിക്കണം? സിംഗുലർ ആയിരിക്കണം. പൊളിറ്റിക്സ്, റിക്കറ്റ്സ്, ബില്ലിയാർഡ്സ്, ടൈംസ് ഓഫ് ഇന്ത്യ എന്നൊക്കെ പറയുന്ന ഈ പേരുകൾ കണ്ടില്ലേ? ഏതൊക്കെയാ? വിഷയങ്ങൾ, രോഗങ്ങൾ, ആനുകാലിക പ്രസിദ്ധീകരണങ്ങൾ, കളികൾ, ഗെയിംസ്, ഇതിൻ്റെയൊക്കെ പേരുകൾ പറയുമ്പോൾ നമുക്ക് എന്തായിട്ട് തോന്നും? ഈ സംഗതികളൊക്കെ അയ്യേ ഇത് പ്ലൂറൽ അല്ലേ എന്ന് തോന്നും. അല്ല, സിംഗുലറായിട്ട് കണ്ടാൽ മതി. ഒന്ന് പോസ് ചെയ്ത വീഡിയോ ഒന്ന് പോസ് ചെയ്യും. അപ്പോൾ നമ്മൾ വിഷയത്തിൻ്റെ കാര്യം പറഞ്ഞില്ലേ, വിഷയങ്ങളൊക്കെ, സബ്ജക്റ്റുകളൊക്കെ പറയുമ്പോൾ സിംഗുലറായിട്ട് കണ്ടാൽ മതിയെന്ന് പറഞ്ഞില്ലായിരുന്നു? ഇവിടെ ശ്രദ്ധിച്ചേ, ഒരു വിഷയത്തിൻ്റെ പേരിന് മുൻപിൽ മൈ, ദ, മൈ എന്ന് പറയുന്ന പൊസസീവ് പ്രൊനൗണോ ദ എന്ന് പറയുന്ന ആർട്ടിക്കിളോ ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ, വിശേഷണ വാക്കുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ ശ്രദ്ധിച്ചോ, അവിടെ പ്ലൂറലായിട്ടുള്ള വെർബായിരിക്കണം യൂസ് ചെയ്യേണ്ടത്. സബ്ജക്റ്റുകളുടെ പേര് പറയുകയാണെങ്കിൽ സിംഗുലർ ആയിരിക്കണം, ബുക്സിൻ്റെ പേര് പറയുകയാണെങ്കിൽ സിംഗുലർ ആയിരിക്കണം. പക്ഷേ അതിന് തൊട്ട് മുൻപിൽ മൈ, ദ പോലെയുള്ള വിശേഷണ വാക്കുകൾ ഉപയോഗിക്കുകയാണെങ്കിൽ അതിനെ പ്ലൂറൽ വെർബായിട്ട് കണ്ടാൽ മതി. മൈ മാത്തമാറ്റിക്സ് ആർ നോട്ട് ഗുഡ്, ദ എക്കണോമിക്സ് ഓഫ് ദ പ്രോജക്റ്റ് റിയലി നീഡ് റീ എക്സാമിനേഷൻ. അപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന മൈ മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ ദ എക്കണോമിക് എന്ന് പറയുന്ന സാധനം അത് വിശേഷണ വാക്കുകൾ വന്നിരിക്കുന്നത് കൊണ്ട് പ്ലൂറലായിട്ട് പരിഗണിച്ചാൽ മതി. നമ്മൾ വീണ്ടും അടുത്ത റൂളിലേക്ക് പോവുകയാണ്. അടുത്ത റൂൾ നോക്കിക്കോ. 2 അതിലധികമോ ഏകവചന നാമങ്ങൾക്ക് മുന്നിൽ ഈച്ച് ഓർ എവരി വന്നാൽ സിംഗുലർ വെർബ് ഉപയോഗിക്കണം. അത് വേറെ ഒന്നും നോക്കണ്ട, 2 അതിലധികമോ ഏകവചന നാമങ്ങൾ അവിടെ നിൽക്കട്ടെ, ഈച്ചോ എവരിയോ കണ്ടു കഴിഞ്ഞാൽ അത് സിംഗുലർ ആയിരിക്കണം. ഈച്ച് ബോയ് ആൻഡ് ഈച്ചുകൾ നമ്മൾ നേരത്തെ പറഞ്ഞ എന്താ, ആൻഡ് ഉപയോഗിച്ച് കണക്ട് ചെയ്താൽ പ്ലൂറലായിട്ട് കാണാൻ പറഞ്ഞു. പക്ഷേ ഈച്ച് ബോയ് ആൻഡ് ഈച്ചുകൾ, ഈച്ച് എന്ന് പറഞ്ഞ വേർഡ് ഉപയോഗിച്ചിരിക്കുന്നത് കൊണ്ട് അവിടെ സിംഗുലർ വെർബ് യൂസ് ചെയ്യുക. എന്ത് യൂസ് ചെയ്യുക? സിംഗുലർ വെർബ് യൂസ് ചെയ്യുക. എവരി മാൻ, വുമൺ ആൻഡ് ചൈൽഡ് ഈസ്. അവിടെ എവരി വന്നേക്കുന്നുണ്ട്. അപ്പോൾ ഈച്ചോ എവരിയോ കണ്ടു കഴിഞ്ഞാൽ അതിനെ എന്തായിട്ട് കാണുക? സിംഗുലറായിട്ട് കാണുക. ഈച്ചോ എവരിയോ വന്നു കഴിഞ്ഞാൽ അതിനെ സിംഗുലർ വെർബ് ഉപയോഗിക്കുന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കണം. ഈ സംഗതി പ്രത്യേകം നോട്ട് ചെയ്യുകയും വേണം. ന്യൂസിന് ശേഷം സിംഗുലർ വെർബ്. ന്യൂസ് എന്ന് കണ്ടു കഴിഞ്ഞാൽ സിംഗുലർ വെർബ്. ന്യൂസ് എന്ന് കണ്ടു കഴിഞ്ഞാൽ സിംഗുലർ വെർബ് മാറിപ്പോവില്ലേ? ന്യൂസ് എന്ന് കണ്ടു കഴിഞ്ഞാൽ സിംഗുലർ വെർബ് എസ് വന്നേക്കുന്നത് കൊണ്ട് അത് പ്ലൂറലാണെന്ന് തെറ്റിദ്ധരിക്കല്ലേ. ന്യൂസ് കണ്ടു കഴിഞ്ഞാൽ സിംഗുലർ വെർബ്, മറന്നു പോകരുതേ. അടുത്ത നോക്കിക്കോണേ. സംടൈംസ് റീസെൻ്റ് ആയിട്ട് നമ്മളെ ഈ എക്സാമിന് ചോദിച്ചായിരുന്നു, ഫയർഫോഴ്സിൻ്റെ എക്സാമിനേഷന് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. സംടൈംസ് എ സെൻറ്റൻസ് സീംസ് ടു ഹാവ് 2 സബ്ജക്ട്സ്, 2 സബ്ജക്റ്റ് ഉണ്ടെന്ന് തോന്നും. ദ വെർബ് മസ്റ്റ് എഗ്രി വിത്ത് ദ റിയൽ സബ്ജക്റ്റ് ഓഫ് ദ സെൻറ്റൻസ്. അതിൽ റിയൽ സബ്ജക്റ്റ് ആരോ അയാൾക്കനുസരിച്ച് വേണം വെർബ് വരാൻ. എന്താ നോക്കിയേ ഈ ക്വസ്റ്റ്യൻ, ദ ക്വാളിറ്റി ഓഫ് ഓറഞ്ചസ് എന്ന് പറഞ്ഞ റീസെൻ്റ് ആയിട്ടുള്ള പരീക്ഷയ്ക്ക് ചോദിച്ചത്, ഫയർമാൻ്റെ എക്സാമിന് ചോദിച്ചൊരു സംഗതിയാണ്. ദ ക്വാളിറ്റി ഓഫ് ഓറഞ്ചസ് എന്നായിരുന്നു ആ ക്വസ്റ്റ്യനകത്ത് വന്നിരുന്നത്. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പർ നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. ദ ക്വാളിറ്റി ഓഫ് മാംഗോസ്, ഇതിൽ ക്വാളിറ്റിക്കാണോ മാംഗോസിനാണോ പ്രാധാന്യം? മാങ്ങയ്ക്കാണോ അതിൻ്റെ ഗുണമേന്മയ്ക്കാണോ പ്രാധാന്യം? മാങ്ങാസിനെ പരിഗണിക്കണ്ട, അതിൻ്റെ ക്വാളിറ്റിക്കാണ്, മാങ്ങയുടെ ക്വാളിറ്റിക്കാണ് പ്രാധാന്യം. അപ്പം മാംഗോസിനല്ല, ദ ക്വാളിറ്റിക്കാണ് പ്രാധാന്യം. ദ ക്വാളിറ്റി എന്ന് പറയുന്നത് സിംഗുലറാണ്. റിയൽ സബ്ജക്റ്റ് ആരോ? ദ ഇൻവെൻഷൻ ഓഫ് കമ്പ്യൂട്ടേഴ്സ്, കമ്പ്യൂട്ടറിനാണോ അതിൻ്റെ കണ്ടെത്തലിനാണോ പ്രാധാന്യം? അതിൻ്റെ കണ്ടെത്തലിനാണ്, ഇൻവെൻഷനാണ്, അത് സിംഗുലറാണ്. അപ്പോൾ 2 സബ്ജക്റ്റുകളുണ്ടെന്ന് തോന്നിയാൽ അതിൽ റിയൽ സബ്ജക്റ്റ് ആരോ? ഇനി ഈ സംഗതി ദ ക്വാളിറ്റി ഓഫ് ഓറഞ്ചസ് എന്നോ, ദ ക്വാളിറ്റി ഓഫ് മാംഗോസ് എന്നോ, ദ ക്വാളിറ്റി ഓഫ് ആപ്പിൾസ് എന്നോ എന്ത് കണ്ടാലും ആപ്പിളോ മാംഗോയോ ഒന്നും അല്ല അവിടുത്തെ റിയൽ സബ്ജക്റ്റ്. പിന്നെ ആരാ? ദ ക്വാളിറ്റി ആണ് എന്നുള്ള കാര്യം ഓർക്കുക. ഇതും PSCയിൽ ഇടയ്ക്കിടയ്ക്ക് ആവർത്തിച്ചൊക്കെ ചോദിക്കുന്നൊരു സംഗതിയാണ്. അപ്പോൾ കോൺകോഡ് എന്ന് പറയുന്ന ചെറിയ പുള്ളി അല്ല, അവനൊരു ചെറിയ പുള്ളിയല്ല. ഇത്രയും റൂളുകൾ അറിഞ്ഞിരുന്നാലേ ഇതിനകത്ത് ഈ കാര്യങ്ങൾ പഠിക്കാൻ പറ്റത്തുള്ളൂ, അല്ലെങ്കിൽ എഴുതാൻ പറ്റത്തുള്ളൂ. അപ്പോൾ വെറും ഒരു സബ്ജക്റ്റും വെറും തമ്മിലുള്ള എഗ്രിമെൻറ്റ് മാത്രമല്ല, അതിനകത്ത് വരുന്ന ഈ എല്ലാ റൂളുകളും കൃത്യമായിട്ട് അറിഞ്ഞിരുന്നാലേ ഒരു മാർക്ക് കിട്ടത്തുള്ളൂ. ഒരു മാർക്ക് എന്ന് പറയുന്നത് നമ്മുടെ റാങ്ക് തീരുമാനിക്കുന്നതാണെങ്കിലോ,
അപ്പോൾ ഈ സാധനം നമുക്ക് വെറുതെ കളയാൻ പറ്റുമോ? പറ്റത്തില്ല. വീണ്ടും അടുത്ത റൂള്, ഇഫ് എ സബ്ജക്റ്റ് ഹാസ് ബോത്ത് മെനി എ ഫ്യൂ സെവറൽ. ഏതൊക്കെയാ? ബോത്ത് മെനി എ ഫ്യൂ സെവറൽ. ബോത്ത് മെനി എ ഫ്യൂ സെവറൽ ഉണ്ടെങ്കിൽ ബിഫോർ ഇറ്റ് ദ വെർബ് മസ്റ്റ് ബി പ്ലൂറൽ. ബോത്ത് ദ സ്റ്റുഡൻസ് ആർ. അപ്പോൾ ബോത്തോ മെനിയോ എ ഫ്യൂ ഉണ്ടെങ്കിൽ വെർബ് പ്ലൂറലാണ്. ഏതൊക്കെയാ? ബോത്ത് മെനി എ ഫ്യൂ സെവറലൊക്കെ ഉണ്ടെങ്കിൽ വെർബ് പ്ലൂറലായിരിക്കണം. വെർബ് പ്ലൂറലായിരിക്കണം. പ്രധാനപ്പെട്ട സംഗതി, നമ്മൾ നെയ്തർ നോറിൻ്റെയൊക്കെ കാര്യം പറഞ്ഞ പോലെ വളരെ പ്രാധാന്യം അർഹിക്കുന്നൊരു സംഗതിയാണ് ഇതായി കൊടുത്തിരിക്കുന്നത്. പ്രത്യേകം നോട്ട് ചെയ്തോണം, പ്രത്യേകം ടിക്ക് ചെയ്ത് പഠിച്ചോണം. എയ്തർ, നെയ്തർ, ഈച്ച്, എവരി വൺ, എവരിബഡി, സംബഡി, സംവൺ, എനിബഡി, എനിവൺ, നോബഡി, നോ വൺ, നണ്ണ് എന്നിവയ്ക്ക് ശേഷം പ്ലൂറൽ നൗണും സിംഗുലർ വെർബുമായിരിക്കണം. പ്രത്യേകം നോട്ട് ചെയ്ത് പഠിച്ചോ. എയ്തർ, നെയ്തർ, ഈച്ച്, എവരി, എവരി വൺ, എവരിബഡി, സംബഡി, സംവൺ, എനിബഡി, എനിവൺ, നോബഡി, നണ്ണ്, നോ വൺ എന്നിവയ്ക്ക് ശേഷം വരുന്നത് എപ്പോഴും പ്ലൂറലായിട്ടുള്ള സബ്ജക്റ്റ് ആയിരിക്കണം. പക്ഷേ സിംഗുലർ വെർബ് എഴുതിയാൽ മതി. നേരത്തെ പറഞ്ഞായിരുന്നു ഈച്ചിൻ്റെ എവരിയുടെയും കാര്യം അല്ലേ? ആ സംഗതി തന്നെയല്ലേ ഇവിടെ വന്നിരിക്കുന്നത്. നെയ്തർ, എയ്തർ, ഈച്ച്, എവരി, സംവൺ, സംബഡി, എനിവൺ, എനിബഡി, നോ വൺ, നോബഡി, നണ്ണൊക്കെ വന്നു കഴിഞ്ഞാൽ പ്ലൂറലായിട്ടുള്ള സബ്ജക്റ്റ് വരും. പക്ഷേ സബ്ജക്റ്റിനെ നോക്കണ്ട, ഈ വാക്കിനെ നോക്കിയാൽ മതി, ഈ വാക്കുകൾ നോക്കിയാൽ മതി. എപ്പോഴും വെർബ് എന്തായിരിക്കും? സിംഗുലർ ആയിരിക്കും. എയ്തർ ഓഫ് ദ റോഡ്സ്, റോഡ്സിനല്ല പ്രാധാന്യം, എയ്തർ. ലീഡ്സ്. നെയ്തർ ഓഫ് ദം, ദമ്മിനല്ല പ്രാധാന്യം, നെയ്തറിനാണ്. നോസ്. അവിടെ വന്നിരിക്കുന്ന വെർബ് സിംഗുലർ ആണ് എന്നുള്ള കാര്യം ഓർക്കുക. സ്പെക്ടക്കിൾസ്, സിസേഴ്സ്, പാൻസ്, ഷൂസ്, ബൈനോക്കുലേഴ്സ്, ഷോർട്ട്സ് തുടങ്ങിയ പെയർ നൗണുകൾ പ്ലൂറൽ വെർബ് ഉപയോഗിക്കണം. പ്ലൂറൽ വെർബ് യൂസ് ചെയ്യണം. സ്പെക്ടക്കിൾസ്, ഹാവ്. നമ്മൾ ഈ പാൻ്റ് എന്ന് പറഞ്ഞ വാക്ക് നമ്മൾ സ്ഥിരമായിട്ട് ഇംഗ്ലീഷിൽ പറയുന്നൊരു തെറ്റ്, ഒരു മിസ്റ്റേക്കുള്ളൊരു സംഗതിയാണ് പാൻറ്റ്. പാൻറ്റ്, ഞാൻ പാൻറ്റ് വാങ്ങി, ഞാൻ പാൻറ്റ് ഇട്ടു എന്നൊക്കെ പറയാറുണ്ട്. തെറ്റാ, ഒരിക്കലും അങ്ങനെ പറയരുത്. പാൻറ്റ് എന്ന് പറഞ്ഞാൽ കിതയ്ക്കുക, അണയ്ക്കുക എന്നുള്ള സംഗതിയാണ്. ശരിക്കുള്ള വാക്ക് പാൻസ്. പാൻറ്റ് എന്ന് പറഞ്ഞാൽ കിതയ്ക്കുക, അണയ്ക്കുക. പാൻസോ നമ്മൾ ധരിക്കുന്ന ആ സംഗതി വിളിക്കുന്ന പേരാണ്. ഇപ്പോൾ ഷൂസ്, ബൈനോക്കുലേഴ്സ് ഇവയുടെയൊക്കെ ഒപ്പം പ്ലൂറൽ വെർബ് ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത്. മറന്നു പോകരുതേ. ഇഫ് എ പെയർ ഓഫ്, ഏതാണ്? എ പെയർ ഓഫ് ഈസ് യൂസ്ഡ് ബിഫോർ ദ വെർബ് ഈസ് ദെൻ സിംഗുലർ. എ പെയർ ഓഫ് ഷൂസ്, നേരത്തെ പറഞ്ഞു ഷൂസ് മാത്രമേ വരുന്നുള്ളെങ്കിൽ പ്ലൂറൽ. എ പെയർ ഓഫ് ഷൂസ് ആണെങ്കിൽ സിംഗുലർ. എ പെയർ ഓഫ്, അപ്പോൾ ഷൂസിന് മുമ്പ് ഷൂസ് മാത്രമേ യൂസ് ചെയ്യുന്നുള്ളെങ്കിൽ അത് പ്ലൂറൽ. ഷൂസിന് മുൻപ് എ പെയർ ഓഫ് വരികയാണെങ്കിൽ അത് സിംഗുലർ. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് കോൺകോഡുമായിട്ട് റിലേറ്റ് ചെയ്ത് പ്രധാനമായിട്ടും പറയാനുള്ളത്. ഇനി കോൺകോഡുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യനാണ്, അത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ ചെയ്യാം. കോൺകോഡുമായിട്ട് റിലേറ്റ് ചെയ്ത ക്വസ്റ്റ്യൻസ് മറ്റൊരു വീഡിയോയിൽ കാണാം. അപ്പോൾ ഈ വീഡിയോയുടെ രണ്ട് പാർട്ടുകളും കൃത്യമായിട്ട് കണ്ട് കോൺകോഡിൻ്റെ എല്ലാ റൂളുകളും കൃത്യമായി എഴുതി അത് ഫോളോ ചെയ്യുകയാണെങ്കിൽ, അതിൽ പ്രധാനപ്പെട്ടതെന്ന് ഞാൻ പറഞ്ഞ സംഗതികളെല്ലാം ഒന്ന് നോട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ ഉറപ്പായിട്ടും PSCയുടെ 1 മാർക്ക് നിങ്ങളെ കാത്തിരിക്കുന്നു. ഏത് ക്വസ്റ്റ്യൻ പേപ്പർ എടുത്താലും കോൺകോഡുമായി റിലേറ്റ് ചെയ്ത ഒരു ക്വസ്റ്റ്യൻ ഉണ്ടായിരിക്കും. ഈ റൂളുകളെല്ലാം അറിയാവുന്ന ഒരാളിന് വളരെ എളുപ്പത്തിൽ 1 മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും. നേരത്തെ പറഞ്ഞു, 1 മാർക്ക് വെറും 1 മാർക്കല്ല, നമ്മുടെ റാങ്ക് തീരുമാനിക്കുന്ന സംഗതിയാണ്. അപ്പോൾ കൃത്യമായിട്ട് ക്ലാസ്സുകൾ എല്ലാം ഫോളോ ചെയ്യുക. പ്രീമിയർ ഇൻസ്റ്റിറ്റ്യൂട്ടിൻ്റെ ചാനൽ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് ക്ലാസ്സുകളെല്ലാം കൃത്യമായിട്ട് കാണുക. എക്സാമിന് വേണ്ടി ഇതെല്ലാം കൃത്യമായി പഠിച്ച് ഫോളോ ചെയ്ത് പോവുക. യാതൊരു മടിയും കാണിക്കരുത്. കൃത്യമായിട്ട് ഫോളോ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾക്ക് റാങ്ക് ലിസ്റ്റിൽ വരാൻ പറ്റും. പുതിയൊരു ക്ലാസ്സുമായിട്ട് കാണാം. അതുവരെ ബൈ.